അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 2 ദിവസം മുമ്പ് എന്നെ കാണാനായിട്ട് എൻ്റെ ഒരു ഫോളോവർ UK നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അവർ ഏകദേശം ഒരു പാതിരാത്രി സമയത്തോടു കൂടിയാണ് മെൽബണിൽ ഫ്ലൈറ്റ് ഇറങ്ങിയത്. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവർ Airbnb ബുക്ക് ചെയ്തിടത്തേക്ക് പോകാനായിട്ട് അവർ ടാക്സി വിളിച്ചു. ഊബറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഊബർ ടാക്സി വിളിച്ച് ടാക്സി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടെ ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ അവരെ കയറ്റാനായിട്ട് റിഫ്യൂസ് ചെയ്തു. ചൈൽഡ് സീറ്റ് ഉള്ള ഊബർ ബുക്ക് ചെയ്താലേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ചൈൽഡ് സീറ്റ് ഉള്ള ഊബർ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പം ആ ഒരു സമയത്ത് ആ ഒരു വണ്ടിയുടെ അവൈലബിലിറ്റി ഇല്ല. പിന്നെ അവർ പ്രൈവറ്റ് ടാക്സി വിളിച്ചാണ് Airbnb-യിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾ കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്, നിങ്ങൾ ഊബർ ടാക്സിയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചൈൽഡ് സീറ്റ് ഉള്ളത് ബുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തത് എയർ ഏഷ്യ ഫ്ലൈറ്റിനായിരുന്നു. അപ്പോൾ എയർ ഏഷ്യ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് എയർലൈൻ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും അത് അറിയണമെന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലേക്ക് ഫസ്റ്റ് ടൈം ഒക്കെ വരുന്നവർ അല്ലെങ്കിൽ എയർ ഏഷ്യ ഫ്ലൈറ്റിന് ഫസ്റ്റ് ടൈം ഒക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് അറിയത്തുണ്ടാവത്തില്ല. അതിൻ്റെ അകത്ത് ഫുഡ് ഉണ്ടാവത്തില്ല. അഥവാ ഫുഡ് ഉണ്ട്, പക്ഷേ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഫ്രീ ഫുഡ് കിട്ടത്തില്ല. ഫുഡിന് അല്ലെങ്കിൽ വെള്ളത്തിന് ഒക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അതേപോലെ നമ്മൾ ലഗേജ് ഒന്നും വലിയ കാര്യമായിട്ടുണ്ടാവത്തില്ല. ലഗേജ് നമ്മുടെ കൂടെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് kg നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ എടുക്കും. പിന്നെ നമ്മുടെ സീറ്റ് സെലക്ഷൻ കാര്യങ്ങളൊന്നും ഫ്രീ അല്ല, നമ്മൾ അതിനൊക്കെ പൈസ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ എയർ ഏഷ്യ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തായിരുന്നു അവർ വന്നത്. അപ്പോൾ അവർക്ക് ആദ്യം അറിയത്തുണ്ടായിരുന്നില്ല ഇതിൻ്റെ അകത്ത് ഫുഡില്ലെന്ന്. അതുകൊണ്ട് അവർ ഇന്ത്യ തൊട്ട് മലേഷ്യ വരെ, കോലാലംപൂർ വരെ വിശന്നിരിക്കേണ്ടി വന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് കോലാലംപൂർ ടു മെൽബണിലേക്ക് പിന്നെ അവർ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഹൈ പേ കൊടുത്ത് ഫുഡ് മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. മൂന്നാമത് അവർ ഫേസ് ചെയ്തായിരുന്നു മാരകമായിട്ടുള്ള പ്രശ്നം. എന്നാണെന്നറിയാമോ, ആ ഒരു ഫ്ലൈറ്റിൽ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫോണ് അവരിവിടെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശമൊക്കെ ചാർജ് തീർന്ന് ഡെഡ് ആവാറായിരുന്നു. അപ്പോൾ അവരെന്നെ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോമഡേഷനിൽ ചെന്നിട്ട് ചാർജ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അക്കോമഡേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ UK നിന്നായിരുന്നു ട്രാവൽ ചെയ്തത്. അപ്പോൾ UK ആ ഒരു സോക്കറ്റ് അല്ല ഇവിടുത്തേത്. അത് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാം, എന്നാൽ അറിയത്തില്ലാത്തവരുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സസ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം എടുത്ത് പറയണം, അത് എല്ലാവർക്കും ഒന്നും അറിയത്തുണ്ടാവത്തില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയുടെ പിൻ ടൈപ്പ് വരുന്നത് കേട്ടോ. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ഇന്റർനാഷണൽ ട്രാവൽ അഡാപ്റ്റർ. ഇത് നിങ്ങളുടെ ബാക്ക് പാക്കിൽ ഉണ്ടായിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നിങ്ങൾ ഇന്റർനാഷണൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഈ ചതുരത്തിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഏറ്റവും അടിയിൽ ഈ കാണുന്നത്, ഇതാണ് UK-യുടെ എയർലൈനിൻ്റെ ഒക്കെ ചാർജിങ് പിന്ന് വരുന്നത്. ഇനി ഈ കാണുന്നതാണ് യൂറോപ്പിൻ്റെ പിന്നാണ്. യൂറോപ്പിൻ്റെ പിന്നാണ് ഈ കാണുന്നത്. ഇനി അടുത്തത് ദിസ് വൺ, ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ പിന്ന് വരുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ ഈ പിന്നാണ്. അപ്പോൾ ഈ ഒരു സാധനം അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ബാക്ക് പാക്കിൽ ഇത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നല്ല, ഏത് ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോഴും.